Hello everyone. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറിയർ ഇൻ്റഗ്രലിൽ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലും ഫോറിയർ സൈൻ ഇൻ്റഗ്രലുമാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ. അതിൽ കുറച്ച് പ്രോബ്ലംസ് എല്ലാം ചെയ്തു. ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള കുറച്ചുകൂടെ പ്രോബ്ലംസ് നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to infinity cos pi omega by 2 by 1 minus omega square cos omega x d omega is equal to pi by 2 cos x if 0 less than mod x less than pi by 2 and 0 if mod x greater than pi by 2. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലുള്ള നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന എല്ലാ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ സൈൻ ഇൻ്റഗ്രൽ കാണാനുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഒരു ഇൻ്റഗ്രൽ ഫോറിയർ ഇൻ്റഗ്രൽ തന്നിട്ട് അത് ഒരു ഫംഗ്ഷൻ ആണെന്ന് ഷോ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഈ രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്ത് നമ്മൾ മുമ്പ് ചെയ്തതാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഈ ഒരു റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക. എന്നിട്ട് ആ ഫംഗ്ഷന് ഉപയോഗിച്ച് നമ്മൾ ആദ്യം ഒരു എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ആ ഫംഗ്ഷൻ്റെ ഫോറിയർ ഇൻ്റഗ്രൽ കാണണം. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാണ്, 0 to pi by 2ൽ pi by 2 cos എക്സും pi by 2ന് മുകളിലുള്ള ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു pi by 2 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ ഇതേ സെയിം ഫംഗ്ഷൻ തന്നെ ആയിട്ട് എടുക്കാം. pi by 2 cos x 0 ലെസ് ദാൻ mod x ലെസ് ദാൻ pi by 2 0 if mod x ഗ്രേറ്റർ ദാൻ pi by 2. അതല്ല എങ്കിൽ ഇവിടെ pi by 2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ pi by 2നെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് എഫ് ഓഫ് എക്സിനെ വെറും cos x ആയിട്ട് if mod 0 ലെസ് ദാൻ mod x ലെസ് ദാൻ pi by 2 and 0 if mod x ഗ്രേറ്റർ ദാൻ pi by 2. ഈ രീതിയിൽ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതായത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സിനെ അങ്ങ് ഡിഫൈൻ ചെയ്യാം. ഇനി നോക്കൂ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള സംഭവം ഒന്ന് നോക്കാം. ഇത് ഇൻ്റഗ്രൽ 0 to infinity കോസ് പൈ ഒമേഗ ബൈ 2 ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗയാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് കോസ് ഒമേഗ എക്സ് എന്നുള്ള ടേം മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കണ്ടാൽ മതിയാവും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോൾ കോസ് ഒമേഗ എക്സിന് പകരം സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്നായിരുന്നുവെങ്കിൽ നിങ്ങൾ ഫോറിയർ സൈൻ ഇൻ്റഗ്രലാണ് കാണേണ്ടത്. രണ്ടും ഉള്ളതാണെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രൽ നമ്മൾ ആദ്യം പഠിച്ച കൊസൈനും സൈനും കൂടെ വരുന്ന ഫോറിയർ ഇൻ്റഗ്രൽ ഡിഫൈൻ ചെയ്യണം. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വെറും കോസ് ഒമേഗ എക്സ് മാത്രമുള്ള ടേമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രൽ കാണാനുള്ള മെത്തേഡൊക്കെ പറഞ്ഞതാണ്. ഫോറിയർ കൊസൈൻ ഇൻ്റഗ്രലിൻ്റെ ഫോർമുല ആദ്യം എ ഒമേഗ കാണണം. എ ഒമേഗ ഈസ് ഈക്വൽ ടു 2 by pi ഇൻ്റഗ്രൽ 0 to infinity എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ ഇവിടെ 0 to pi by 2ലാണ് ഫംഗ്ഷൻ്റെ വാല്യൂ കോസ് എക്സ്. pi by 2ന് ശേഷമുള്ളിടത്തെല്ലാം 0 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to pi by 2 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കോസ് എക്സ് ദെൻ കോസ് ഒമേഗ എക്സ് ഡി എക്സ് അത് ചെയ്യാം. ഇനി നമുക്കറിയാമല്ലോ കോസ് എക്സ് കോസ് ഒമേഗ എക്സ് എന്നുള്ള ടേമിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 2 കോസ് എ കോസ് ബി എന്ന് പറയുന്നത് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ കോസ് എക്സ് കോസ് ഒമേഗ എക്സ് എന്ന് പറയുമ്പോൾ ഈ 2 by pi പുറത്തുണ്ട്. പിന്നെ കോസ് എ കോസ് ബി കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് മൈനസ് ബി ബൈ 2 ആണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ കോസ് 1 പ്ലസ് ഒമേഗ എക്സ് പ്ലസ് കോസ് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ കോസ് 1 മൈനസ് ഒമേഗ എക്സ് ബൈ 2 അല്ലേ. ഇനി ഈ 2ഉം ഇവിടെ പുറത്തുള്ള 2ഉം ക്യാൻസൽ ആവും. സോ യു വിൽ ഗെറ്റ് 1 by pi ഇൻ്റഗ്രൽ 0 to pi by 2 കോസ് 1 പ്ലസ് ഒമേഗ എക്സ് എൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 പ്ലസ് ഒമേഗ എക്സ് ബൈ 1 പ്ലസ് ഒമേഗ പ്ലസ് അടുത്തത് കോസ് 1 മൈനസ് ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ 1 മൈനസ് ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ ഫ്രം 0 to pi by 2. ഇനി അപ്പർ ലിമിറ്റ് pi by 2 കൊടുക്കുമ്പോൾ upper limit pi by 2 ആണ്. So you will get sin 1 plus omega pi by 2 by 1 plus omega plus then sin 1 minus omega pi by 2 by 1 minus omega then minus lower limit 0 ആണ്. അത് കൊടുക്കുമ്പോൾ sin 0 0 ആയതുകൊണ്ട് തന്നെ രണ്ട് ടേമും അങ്ങ് 0 ആയിട്ട് പോകും. അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി, ലോവർ ലിമിറ്റിൽ 0 ആണ്. അപ്പോൾ sin 1 plus omega pi by 2 plus sin 1 minus omega pi by 2 by ഇവിടെ ബൈ 1 പ്ലസ് ഒമേഗയും താഴെ ബൈ 1 മൈനസ് ഒമേഗയുണ്ട്.
അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റ് ആദ്യത്തെ ഈ ഒരു ടേമിൽ സൈൻ 1 + ഒമേഗ എന്നുള്ളത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് വരും? സൈൻ π/2 + π/2 ഒമേഗ എന്ന് വരും അല്ലേ? പുറത്തുള്ള π/2നെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സൈൻ π/2 + π/2 ഒമേഗ എന്നാണ് വരിക. നമുക്കറിയാം സൈൻ π/2 + തീറ്റ എന്താണ്? സൈൻ π/2 + തീറ്റ, സൈൻ π/2 + തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 90 + തീറ്റ, അതായത് കോസ് തീറ്റ അല്ലേ? അതായത് π/2 + തീറ്റ എന്ന് പറയുമ്പം സൈന് കോസായിട്ട് മാറും. അതുപോലെ തന്നെ 90 + തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്. സോ സൈൻ π+2 + തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയാണ്. അതായത് സൈൻ തീറ്റ അല്ല, കോസ് തീറ്റ. കോസ് ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് π/2 ഒമേഗയാണ് അല്ലേ? കോസ് π/2 ഒമേഗ. അപ്പോൾ അത് അങ്ങനെയാണ് ഈ അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ കോസ് π/2 ഒമേഗ ആയത്. അടുത്തതും അങ്ങനെ തന്നെ ചെയ്യാം. സൈൻ 1 - ഒമേഗ π/2 എന്താ വരിക? നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ സൈൻ π/2 - π/2 ഒമേഗ. സൈൻ 90 - തീറ്റ നമുക്ക് ആദ്യം അറിയാം, കോസ് തീറ്റയാണ് അല്ലേ? സോ കോസ് π/2 ഒമേഗ എന്ന് വരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ കോസ് πω/2 / 1 + ഒമേഗ പ്ലസ് കോസ് πω/2 / 1 - ഒമേഗ. ഇനി LCM എടുത്ത് ആഡ് ചെയ്യുക കേട്ടോ. ഇവിടുത്തെ ഡിനോമിനേറ്റർ ആദ്യത്തെ ഡിനോമിനേറ്റർ 1 + ഒമേഗയാണ്, സെക്കൻഡ് ഡിനോമിനേറ്റർ 1 - ഒമേഗയാണ്. സോ LCM 1 - ഒമേഗ² എന്ന് വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ 1 - ഒമേഗ × കോസ് ഒമേഗ π/2 പ്ലസ് 1 + ഒമേഗ × കോസ് ഒമേഗ π/2 / 1 - ഒമേഗ² എന്ന് വരും. ആഡ് ചെയ്യുമ്പോൾ 2 കോസ് πω/2 എന്ന് വരും. പിന്നെ താഴെയുള്ള ഈ 1/π പൈയാണ് ഇവിടെ താഴെ / 1 - ഒമേഗ². ഓക്കെ, സോ 2/π കോസ് πω/2 / 1 - ഒമേഗ² എന്നാണ് കിട്ടുന്നത്. സോ യു വിൽ ഗെറ്റ് എ ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രൽ 0 to ∞ എ ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ, അതാണ് നമ്മുടെ f(x) അല്ലേ? അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എ ഒമേഗയുടെ വാല്യൂ 2/πയും ദെൻ ബാക്കി അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/π പുറത്ത്, ദെൻ ഇൻ്റഗ്രൽ 0 to ∞ കോസ് πω/2 / 1 - ഒമേഗ² കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് കിട്ടും, എ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത് അല്ലേ? നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നോക്കാം. അവിടെ പ്രൂവ് ചെയ്യാണ്ടായിരുന്ന ഫംഗ്ഷൻ ഇതായിരുന്നു അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് f(x). അപ്പോൾ നമ്മളിതിന് അതായത് ഈ π/2 അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കിട്ടും. നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നിടത്ത് ഇത്രയായിരുന്നു പ്രൂവ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ 2/π ഉണ്ട്, അത് അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങ് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 2/π × f(x) π/2 × f(x) എന്ന് വരും. അപ്പോൾ π/2 × cos x if mod x less than π/2 and 0 if mod x greater than π/2. ഈ ഒരു രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാനുള്ളത് അത് ആ റൈറ്റ് സൈഡിൽ നോക്കുക. അതിൽ നിന്ന് നമ്മൾ ആ f(x) ആദ്യം ഡിഫൈൻ ചെയ്യുക. പിന്നെ തന്നിരിക്കുന്ന പ്രൂവ് ചെയ്യാനുള്ളതിനകത്ത് കോസ് ഒമേഗ എക്സിൻ്റെ ടേമാണ് ഉള്ളതെങ്കിൽ കൊസൈൻ എക്സ്പാൻഷൻ നോക്കുക. സൈൻ ഒമേഗ എക്സ് എന്നുള്ള ടേമാണ് ഉള്ളതെങ്കിൽ അവിടെ നമ്മൾ സൈൻ ഇൻ്റഗ്രൽ ചെയ്യുക. രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ച ഫൊറിയർ ഇൻ്റഗ്രൽ വെച്ച് ചെയ്യുക കേട്ടോ. 6th question നോക്കൂ. റെപ്രസെൻറ്റ് f(x) ആസ് എ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ. f(x) is equal to x if 0 less than x less than a and 0 if x greater than a. അതായത് 0 തൊട്ട് a വരെ ഫംഗ്ഷൻ്റെ വാല്യൂ x തന്നെയാണ്. 0ക്ക് ശേഷം ഫംഗ്ഷൻ്റെ വാല്യൂ എക്ക് ശേഷം എക്സ് ഗ്രേറ്റർ ദാൻ എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഫൊറിയർ സൈൻ ഇൻ്റഗ്രൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. സൈൻ ഇൻ്റഗ്രലിൽ നമുക്ക് കാണേണ്ടത് ബി ഒമേഗയാണ്. ബി ഒമേഗയുടെ ഫോമുല എന്താണ്? 2/π ഇൻ്റഗ്രൽ 0 to ∞ f(x) sin ഒമേഗ എക്സ് ഡി എക്സ്. ഇവിടെ 2/π 0 to ∞ ചെയ്യേണ്ട കാര്യമല്ല, 0 to a ചെയ്താൽ മതി. സോ 0 to a f(x) എന്ന് പറയുന്നത് x ആണ്. സോ എക്സ് sin ഒമേഗ എക്സ് ഡി എക്സ്. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ? ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷനായിട്ടും സൈൻ ഒമേഗ എക്സ് എന്നുള്ളത് സെക്കൻഡ് ഫംഗ്ഷനായിട്ടും എടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം.
അപ്പോൾ 2 by pi പുറത്തുണ്ട്. ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ എക്സ്, അതായത് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ മൈനസ് ദെൻ ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. പിന്നെ ഈ ഒരു സൈൻ ഒമേഗ എക്സിൻ്റെ ഇൻ്റഗ്രൽ കോസ് ഒമേഗ എക്സ് ബൈ മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ. അപ്പോൾ ഈ മൈനസും ഇവിടെയുള്ള ഈ മൈനസ്, രണ്ട് മൈനസും കൂടെ ചേർന്നിട്ടാണ് നമ്മളിതാ ഇവിടെ പ്ലസ് ആയത് നടുവിലുള്ളത് കേട്ടോ. അപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉപയോഗിക്കുക. ഇതിങ്ങല്ലാതെ ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ദെൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഡബിൾ ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, ആ രീതിയിലും നമുക്ക് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഏതായാലും നമ്മളിവിടെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് എഴുതിയതാണ്. നോക്കൂ, മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ പ്ലസ് പിന്നെ ഈ 1 by ഒമേഗ കോൺസ്റ്റൻറ്റ് അത് പുറത്തെടുത്താൽ പിന്നെ ഇൻ്റഗ്രൽ കോസ് ഒമേഗ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ കോസ് ഒമേഗ എക്സ് എന്ന് പറയുമ്പോൾ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ എന്ന് വരും. 2 ഒമേഗ വരുന്നതുകൊണ്ട് ഒമേഗ സ്ക്വയർ വരും. ഓക്കെ, ആൻഡ് ദ ലിമിറ്റ്സ് ആർ ഫ്രം 0 to a. അപ്പർ ലിമിറ്റ്, ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് എ കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? മൈനസ് എ കോസ് ഒമേഗ എ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എ ബൈ ഒമേഗ സ്ക്വയർ. ആൻഡ് ദെൻ ലോവർ ലിമിറ്റ് 0 ആണ്. 0 കൊടുത്താൽ ആദ്യത്തതിൽ മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് 0 എന്ന് വരും. അപ്പോൾ ആ ടേം 0 ആയി. അടുത്ത ടേം സൈൻ 0 എന്ന് വരും. അപ്പോൾ അതും 0 ആയി. അപ്പോൾ ലോ ലിമിറ്റ് കൊടുത്താൽ 0 ആയിട്ട് പോകും. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. സോ വി ഗോട്ട് ബി ഒമേഗ. ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ we can find the value of f of x as f of x is equal to integral 0 to infinity b omega sin omega x d omega. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി ഒമേഗ ആ ഒരു ഫോർമുലയിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ഇഫ് 0 less than x less than 1 and 0 if x greater than 1 as Fourier sine integral. ഇപ്പോൾ സൈൻ ഇൻ്റഗ്രൽ ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബി ഒമേഗ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ബി ഒമേഗയാണ് കാണേണ്ടത്. ബി ഒമേഗ കാണാൻ 2 by pi ഇൻ്റഗ്രൽ 0 to ഇവിടെ 1 വരെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ ഉള്ളത് അല്ലേ, 1ന് ശേഷം 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇ റൈസ് ടു എക്സ് സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ ഒരു ഇൻ്റഗ്രൽ കാണണം. ഇനി ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് സൈൻ ഒമേഗ എക്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ബി എക്സ് എന്തായിരുന്നു? ഇ റൈസ് ടു എക്സ് ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സൈൻ ബി എക്സ് മൈനസ് ബി കോസ് ബി എക്സ്. ആ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ എ ബി എന്ന് പറയുന്നത് 1ഉം ഒമേഗയും ആണ്. സോ ഇ റൈസ് ടു എക്സ് ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് മൈനസ് ഒമേഗ കോസ് ഒമേഗ എക്സ് എന്ന് വരും. then its limits are from 0 to 1. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 2 by pi ഇൻറ്റു ഇ റൈസ് ടു 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ മൈനസ് കോസ് ഒമേഗ എന്ന് വരും അല്ലേ. എക്സിന് 1 ആണ് കൊടുത്തത്. ദെൻ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ ഇ റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 വരും. 1 ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ 0 0 ആയിട്ട് പോവും. ദെൻ മൈനസ് ഒമേഗ കോസ് 0. ഒമേഗ കോസ് 0 എന്ന് പറയുന്നത് ഒമേഗ ഇൻറ്റു 1. അപ്പോൾ മൈനസ് ഒമേഗ എന്നവിടെ വരും. ഇപ്പോൾ പുറത്തുള്ള മൈനസും ഇപ്പോൾ കിട്ടിയ മൈനസും കൂടെ നടുവിൽ പ്ലസ് ആവും. സോ യു വിൽ ഗെറ്റ് ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ഈ ഒരു ബ്രാക്കറ്റ്. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് കാണാൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എഴുതിയാൽ മതി. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി ഒമേഗ എഴുതുക. ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അതിൽ 2 by pi കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിന് മാത്രം ഇൻ്റഗ്രലിന് പുറത്തെടുത്ത് എഴുതിയതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 1 മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈക്വൽ ടു
pi/2 if 0 less than x less than pi and 0 if x greater than pi. അപ്പോൾ നമ്മളിവിടെ ഷോ ചെയ്യാനാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ നോക്കുക. pi/2 ആണ് 0 to pi വരെയുള്ള വാല്യൂ ആൻഡ് ഗ്രേറ്റർ ദാൻ പൈയിൽ 0യും. അപ്പോൾ നമുക്ക് അതിനെ തന്നെ ഇങ്ങ് ഫംഗ്ഷൻ ആക്കി എടുക്കാം. ഓക്കെ, ഇവിടെ pi/2 ഇൻറ്റു സം ഫംഗ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഫംഗ്ഷൻ മാത്രം എടുത്താലും മതിയായിരുന്നു. ഇവിടെ വെറും pi/2 മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അതിനെ തന്നെ അങ്ങ് എടുത്തു. ഓക്കെ, അതല്ലെങ്കിൽ 1 എന്നും എടുക്കാം. ഏതായാലും നമ്മളിവിടെ ഫംഗ്ഷൻ pi/2 തന്നെ എടുത്തു. f of x is equal to pi/2 if 0 less than x less than pi and 0 if x greater than pi. അതിന് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. ഇനി നോക്കൂ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ sin omega x d omega ആണുള്ളത്. അപ്പോൾ ഏതാ കാണേണ്ടത്? Fourier സൈൻ ഇൻ്റഗ്രൽ കാണണം. Fourier സൈൻ ഇൻ്റഗ്രൽ ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ കോസ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, പക്ഷേ അത് ഒമേഗ എക്സ് അല്ലല്ലോ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ അത് വരുന്ന ടേം ഒമേഗ എക്സ് ഡി ഒമേഗ എന്നുള്ള ആ ഒരു രീതിയിൽ വരുന്നത് സൈൻ ടേം ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ Fourier സൈൻ സീരീസ് സൈൻ ഇൻ്റഗ്രൽ Fourier സൈൻ ഇൻ്റഗ്രൽ ആണ് കാണേണ്ടത്. അപ്പോൾ ആദ്യം Fourier സൈൻ ഇൻ്റഗ്രൽ കാണാൻ എന്ത് വേണം? നമുക്ക് ബി ഒമേഗ കാണണം. അപ്പോൾ ബി ഒമേഗ കാണാൻ 2/π ഇൻ്റഗ്രൽ 0 to pi. ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ f of xൻ്റെ വാല്യൂ pi/2 ആണ്. ദെൻ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പോൾ ഈ pi/2 ബ്രാക്കറ്റിന് പുറത്തെടുക്കാം. pi/2ഉം 2/πയും ക്യാൻസൽ ആയിട്ട് പോകും. ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് മാത്രം വരും. മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ അല്ല, ഇൻ്റഗ്രൽ സൈൻ ഒമേഗ എക്സ് എന്ന് പറയുന്നത് മൈനസ് കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ ഫ്രം 0 to pi. അപ്പോൾ അപ്പർ ലിമിറ്റ് പൈ കൊടുത്താൽ മൈനസ് കോസ് ഒമേഗ പൈ ബൈ ഒമേഗ എന്ന് വരും. മൈനസ് ദെൻ 0 കൊടുക്കുമ്പോൾ മൈനസ് കോസ് 0, അതായത് -1. മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. സോ പ്ലസ് 1/ωയും വരും. സോ യു ഗോട്ട് ബി ഒമേഗ. ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് എക്സ് ആസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി ഒമേഗ എഴുതിയാൽ മൈനസ് അത് 1 മൈനസ് കോസ് പൈ ഒമേഗ ബൈ ഒമേഗ എന്ന് എഴുതി. ദെൻ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ആൻഡ് ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നായിരുന്നു പ്രൂവ് ചെയ്യാണ്ടായിരുന്നത്. എഫ് ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിരിക്കുന്നത് അത് തന്നെയായിരുന്നു. pi/2 if 0 less than x less than pi and 0 if x greater than pi. നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ പൈ ഒമേഗ സൈൻ ഒമേഗ എക്സ് ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഡി ഒമേഗ ഈക്വൽ ടു pi/2 സൈൻ എക്സ് ഇഫ് 0 less than x less than pi and 0 if x greater than pi. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോ ചെയ്യാനാവുമ്പോൾ എന്ത് വേണം? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ pi/2 എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെന്ത് ചെയ്യാം? അതില്ലാതെയും എഴുതാം. കൂട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു pi/2 ഇൻറ്റു സൈൻ എക്സ് എന്നും വരും. എടുത്താലും വ്യത്യാസമൊന്നും വരില്ല. അവസാനം എത്തുമ്പോൾ ആ pi/2 അങ്ങ് ക്യാൻസലായി പോയിക്കോളും. ഓക്കെ, ഇവിടെ ചെയ്തിരിക്കുന്നതിൽ pi/2 എടുത്തിട്ടില്ല, വെറും സൈൻ എക്സ് മാത്രം എടുത്തു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. അപ്പോൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആയിട്ട് ഇതെടുത്തു. അതിന് ശേഷം എന്ത് വേണം? ഇതിൽ നോക്കൂ, സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയാണ് ഇതിലുള്ളത്. സോ Fourier സൈൻ ഇൻ്റഗ്രൽ ആണ് കാണേണ്ടത്. Fourier സൈൻ ഇൻ്റഗ്രൽ കാണാൻ ആദ്യം ബി ഒമേഗ കാണണം. So b omega is equal to integral 0 to pi f of x into sin omega x dx. അപ്പോൾ ഇവിടെ 0 to pi ഫംഗ്ഷൻ്റെ വാല്യൂ sin x ആണ്. സോ sin x into sin omega x. അപ്പോൾ എന്ത് ചെയ്യാം? sin a sin b എന്നുള്ള ഫോം ഇൻ്റഗ്രേഷനകത്ത് നമുക്ക് sin a sin b ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എഴുതാം cos a minus b minus cos a plus b by 2. സോ ഇവിടെ cos 1 minus omega x minus cos 1 plus omega x by 2 എന്ന് വരും. ഈ 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ cos 1 minus omega എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? sin 1 minus omega x by 1 minus omega മൈനസ് രണ്ടാമത്തെ ടേം sin cos 1 plus omega into എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ sin 1 plus omega into x by 1 plus omega. അതിൻ്റെ ലിമിറ്റ് 0 to pi. അപ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കാം. sin
1 minus omega pi by 1 minus omega minus sin 1 plus omega pi by 1 plus omega then minus ലോവർ ലിമിറ്റ് കൊടുക്കണം. പക്ഷെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 എന്നാണ് രണ്ട് ടേമിലും വരിക. അപ്പോൾ അത് 0 ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ പൈ മൈനസ് പൈ ഒമേഗ എന്നല്ലേ വരിക. സൈൻ പൈ മൈനസ് തീറ്റ എന്താണ്? സൈൻ പൈ മൈനസ് എന്ന് വരുമ്പോൾ സൈന് തന്നെയാണ് വരിക. അപ്പോൾ സൈൻ ഇനി പൈ മൈനസ് പൈ ഒമേഗ എന്ന് പറയുമ്പോൾ പൈ മൈനസ് തീറ്റ എന്നുള്ള ടേമിൽ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവ് ആണ്. സോ സൈൻ തീറ്റ എന്ന് തന്നെ വരും. അതായത് സൈൻ പൈ ഒമേഗ. അപ്പോൾ സൈൻ പൈ മൈനസ് പൈ ഒമേഗയെ നമുക്ക് സൈൻ പൈ ഒമേഗ എന്ന് എഴുതാം. സോ സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ. ഇനിയോ അടുത്ത സൈൻ പൈ 1 പ്ലസ് ഒമേഗ പൈ. അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സൈൻ പൈ പ്ലസ് പൈ ഒമേഗ. സൈൻ പൈ പ്ലസ് പൈ ഒമേഗ എന്ന് പറയുന്നത് എന്താ വരിക? സൈൻ തന്നെ. ഇനി പൈ പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈന് നെഗറ്റീവ് ആണ്. സോ മൈനസ് സൈൻ പൈ ഒമേഗ അല്ലേ? അപ്പോൾ മൈനസ് ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ മൈനസ് വരുമ്പോൾ പ്ലസ് ആവും. സോ സൈൻ പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് വരും. സോ സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ പ്ലസ് സൈൻ പൈ ഒമേഗ ബൈ 1 പ്ലസ് ഒമേഗ എന്ന് വരും. LCM എടുക്കുമ്പോൾ 1 മൈനസ് ഒമേഗ സ്ക്വയർ ആണ് ഡിനോമിനേറ്ററിൽ LCM വരിക. അതിനുശേഷം LCM എടുത്ത് ആഡ് ചെയ്യുക. അതായത് അപ്പോൾ ഇവിടെ 1 പ്ലസ് ഒമേഗ കൊണ്ട് ആദ്യത്തെ ടേമിനെയും 1 മൈനസ് ഒമേഗ കൊണ്ട് രണ്ടാമത്തെ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2 സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ. സോ ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലേ? എഫ് ഓഫ് എക്സ് എന്താണ്? ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി ഒമേഗയുടെ വാല്യൂ 1 ബൈ പൈ 2 സൈൻ പൈ ഒമേഗ ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു പിന്നെ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നതിൽ ഈ ഒരു പാർട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ പൈ അങ്ങോട്ട് പൈയും പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ 2ഉം പൈയും എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അതിനപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ പൈ ബൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് വരും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നതിനകത്ത് പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കത് കിട്ടി. പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ പൈ. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് കിട്ടി? പ്രൂവ് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇൻ കേസ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് എടുത്തിരുന്നത് ഈ പൈ ബൈ 2 ഇൻറ്റു സൈൻ എക്സ് എന്ന് മാത്രമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ പൈ ബൈ 2 അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ ഉണ്ടാവില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലും നിങ്ങൾക്ക് എഫ് ഓഫ് എക്സ് എടുക്കാം. കോൺസ്റ്റൻറ്റുകൾ ഉള്ളത് അങ്ങ് ഒഴിവാക്കിയിട്ടും എടുക്കാം, അത് വെച്ചിട്ടും എടുക്കാം. ഓക്കെ, അത് ഒഴിവാക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവസാനത്തിൽ നമുക്കത് എന്ത് ചെയ്യാം? അപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്യാൻ അവിടെ ആ കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കൂ. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ഈസ് ഈക്വൽ ടു പൈ ബൈ 2x ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, പൈ ബൈ 4 ഇഫ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞത് ഈ ഈക്വൽ ടു 1 എന്നുള്ള കേസ് നമ്മൾ ഫംഗ്ഷനിൽ എടുക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ നമ്മൾ അവസാനം എന്ത് കാണിക്കണം? റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റിൻ്റെ ആവറേജ് ഈക്വൽ ടുവിൽ വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് ചെയ്തത്. ഈ ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഫംഗ്ഷൻ എടുക്കുക എന്ന് വെച്ചാൽ ആദ്യം 0 ടു 1ൽ ഫംഗ്ഷൻ്റെ വാല്യൂ പൈ ബൈ 2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ പൈ ബൈ 2 അങ്ങ് ഒഴിവാക്കി വെറും എക്സ് മാത്രം എടുത്തു. ഓക്കെ, ഈ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഈ രണ്ട് വാല്യൂ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സിൽ. ഓക്കെ, ഫംഗ്ഷൻ്റെ ഒരു പോയിന്റിലുള്ള വാല്യൂ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നില്ല. അതിനുശേഷം ബി ഒമേഗ കാണാം. ബി ഒമേഗ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ അതുപോലെ നോക്കൂ. ഇവിടെ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗയാണുള്ളത്. അതായത് സൈൻ ഇൻ്റഗ്രൽ ആണ് കാണേണ്ടത്. അപ്പോൾ സൈൻ ഇൻ്റഗ്രൽ കാണാൻ എന്ത് ചെയ്യുക? ബി ഒമേഗയുടെ വാല്യൂ കാണണം. 2 ബൈ പൈ ഇൻ്റഗ്രൽ 0 ടു ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ 1 വരെയാണ്. അപ്പോൾ 0 ടു 1 എഫ് ഓഫ് എക്സ് എക്സ് അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്.
അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആ ഒരു പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2/π മൈനസ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. ആൻഡ് ഇറ്റ്സ് ലിമിറ്റ്സ് ആർ ഫ്രം 0 to 1. അപ്പോൾ ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ ആദ്യം -1 കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ വരും. ദെൻ 0 കൊടുക്കുമ്പോൾ ആദ്യത്തെ ടേമിൽ 0 ഇൻറ്റു കോസ് 0 എന്ന് വരും. അപ്പോൾ ആദ്യത്തെ ടേം 0 ആവും. രണ്ടാമത്തെ സൈൻ 0 വരുമ്പോൾ അതും 0 ആയിട്ട് മാറും. അപ്പോൾ അപ്പർ ലിമിറ്റിലെ ഈ വാല്യൂസ് മാത്രമേ വരുന്നുള്ളൂ. 2/π മൈനസ് കോസ് ഒമേഗ ബൈ ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒമേഗ സ്ക്വയർ ആണ് LCM വരിക. അപ്പോൾ പിന്നെ LCM ഒമേഗ സ്ക്വയർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ഒമേഗ കോസ് ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ എന്ന് വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ബി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ f(x) എഴുതാം അല്ലേ? f(x) എഴുതാൻ ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഈ ബി ഒമേഗയുടെ വാല്യൂ അതിൽ 2/π കോൺസ്റ്റൻ്റ് ആയിരുന്നു. സോ 2/π. ദെൻ ബാക്കിയുള്ളത് സൈൻ ഒമേഗ മൈനസ് ഒമേഗ കോസ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ. ഇതാണ് f(x) കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ 2/π നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളിടത്ത് ഈ 2/π ഇല്ലായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്പോസ് ചെയ്താൽ π/2 ഇൻറ്റു f(x) എന്ന് വരും. അപ്പോൾ π/2 ഇൻറ്റു f(x)ൻ്റെ വാല്യൂ എന്തായിരുന്നു നമ്മൾ ചൂസ് ചെയ്തത്? എക്സ് ഇഫ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളതിൽ ആ ഫംഗ്ഷൻ്റെ ഒരു ഈക്വൽ ടു വാല്യൂവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സ് ഈക്വൽ ടു 1 അല്ലേ? ഇവിടെ എക്സ് ഈക്വൽ ടു 1 ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ് ഈക്വൽ ടു 1 π/4 ആണെന്ന് കാണിക്കണം. അപ്പോൾ ഈക്വൽ ടു 1 വാല്യൂ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ആവറേജ് എടുക്കണം അല്ലേ? കാരണം ഇവിടെ ഇങ്ങനെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ആണ്. 0 to 1 വരെ π/2ഉം 1ന് ശേഷം 0യും ആണ്. അപ്പോൾ 1 വാല്യൂ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ലിമിറ്റിൻ്റെയും റൈറ്റ് ലിമിറ്റിൻ്റെയും ആവറേജ്. അപ്പോൾ f(x) പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിനെ പോസിറ്റീവ് സൈഡിലൂടെ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള സൈഡിൽ കൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ് അല്ലേ? 1ൻ്റെ റൈറ്റ് സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0. ലെഫ്റ്റ് ലിമിറ്റോ 1ൻ്റെ ലെഫ്റ്റിലൂടെ, അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നുള്ള എക്സ് ലെസ് ദാൻ 1 എന്നുള്ള ആ സൈഡിലൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ π/2 ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിന് ഇവിടെ 1 ആണല്ലോ, 1ലേക്കല്ലേ അപ്രോച്ച് ചെയ്യണം. അപ്പോൾ π/2 ഇൻറ്റു 1 എന്നായിരിക്കും ആ ഒരു ലെഫ്റ്റ് ലിമിറ്റ് വരിക. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് അപ്പോൾ π/2 ഇൻറ്റു 1ഉം റൈറ്റ് ലിമിറ്റ് 0യും ആണ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആവറേജ് ആയിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ. സോ അറ്റ് എക്സ് ഈക്വൽ ടു 1 the integral must be equal to f(1) plus f(1) minus by 2. അപ്പോൾ റൈറ്റ് ലിമിറ്റ് 0, ലെഫ്റ്റ് ലിമിറ്റ് π/2. സോ 0 plus π/2/2 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു π/4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ഈക്വൽ ടു 1 ഈ വാല്യൂ ഈക്വൽ ടു π/4 ആണെന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൻ്റെ ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രലും കാണാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഫൊറിയർ കൊസൈൻ ഇൻ്റഗ്രലും സൈൻ ഇൻ്റഗ്രലും കാണാനുള്ള പ്രോബ്ലംസ് ആണ്. അതിലൊരു ഫംഗ്ഷൻ തന്നിട്ട് അതിനെ f(x) ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആ ഫൊറിയർ ഇൻ്റഗ്രലിൻ്റെ ഫോമുല ഇട്ട് ചെയ്യുക. അതല്ല സംതിങ് ടു ഷോ ആണെങ്കിൽ, ഷോ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ എന്താണോ ഷോ ചെയ്യേണ്ടത് അതിലേക്ക് ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫൊറിയർ കൊസൈൻ ആണോ അതിലുള്ളത്, സൈൻ ആണോ അതിലുള്ളത്, അതൊക്കെ നോക്കിയിട്ട് സൈൻ ഇൻ്റഗ്രലോ കൊസൈൻ ഇൻ്റഗ്രലോ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനുള്ളത് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ കുറച്ച് പ്രോബ്ലംസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. ബൈ.